ഇന്നില്ലേ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതാണ് കേട്ടോ, സ്വീറ്റ് കോൺ. നമ്മൾ ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ നമ്മൾ പെരയിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഇത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം ഇതൊന്ന് ആവി കയറ്റിയിട്ട് പിന്നെ നമുക്കിത് ഉണ്ടാക്കണം. ആവി കയറ്റിയിട്ട് പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പൊ വെള്ളം അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണിത് ആവി കയറ്റുന്നത്. ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറേ സമയം നമ്മൾ ആവി വയ്ക്കണ്ട, ഒരു 1-2 മിനിറ്റ് മാത്രം മതി. ഇതിൻ്റെ ആവില്ലേ, ഇത് മേലേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇത് നല്ല രസമാട്ടോ, തിന്നാണ് നല്ല രസമാണ്. കണ്ടോ, നല്ലോണം ആവി ഇങ്ങനെ കയറിയിട്ടുണ്ടോ. പിന്നെ നമ്മൾ അളക്കുമ്പോൾ ആവി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്ര മതി. നമുക്കത് ഇറക്കാം. അപ്പം ഇനി നമുക്കത് ഉണ്ടാക്കാം. അതിനുള്ള പാത്രം ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത്ര മതി. അപ്പം നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായിട്ട് ഇതിട്ട് കൊടുക്കാം. ഇതിടാണ്. ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം. നാരങ്ങയിൽ വെച്ച്. അപ്പം ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നാരങ്ങ നീരൂട്ടി വെച്ചു. അപ്പോൾ ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതിയുള്ളൂ ഞാൻ എടുക്കുന്നത്. കുരു കളഞ്ഞിട്ട് ഉണക്കി കൊടുക്കണം. ഇത് നീരില്ലാത്ത നാരങ്ങ തോന്നുന്നുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഇളക്കുമ്പോഴല്ലോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി. അപ്പം ഈ നാരങ്ങ നീരും കുരുമുളകും പൊടി ഉപ്പും ഇട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ചൂടാകണം. നല്ലോണം ചൂടാകണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് നല്ല മണമൊക്കെ. ഒരു സ്പൂൺ ഇടാം.
അപ്പോൾ ഇത് നല്ല ചൂട് കൊടുക്കണം തിന്നാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.